എടി നമുക്ക് വീട്ടിൽ ചെല്ലുമ്പോ സ്റ്റാർ കാണാടി. ജോയിച്ചു സ്റ്റാറിന്റെ ദുഃഖമുണ്ടാവും അല്ലേ അമ്മേ? കുഞ്ഞെ ജോയിച്ചാൽ എറണാകുളത്ത് ജോലിയല്ലേ, അവൻ ലീവ് കിട്ടി വീട്ടിൽ വരുമ്പോ സ്റ്റാർ ഒപ്പിക്കും കേട്ടോ. പക്ഷെ അപ്പൊ ജോയിച്ചു വീട്ടിലില്ലേ? പിന്നെ ജോയിച്ചാൽ ലീവ് കിട്ടണ്ടേ, അവൻ എറണാകുളത്ത് ജോലി ചെയ്യല്ലേ. ജോയിച്ചാൽ ഒരു രസം ഉണ്ടാവില്ല. ലീവ് കിട്ടാൻ വരും. പാപ്പിയേ, എടാ പാപ്പിയേ. എന്നതാപ്പാ? എടാ നീ ആ തോക്കുകാരൻ കുര്യച്ചനെ വിളിച്ചോ? തോക്കുകാരനാ? അതെന്തിനാപ്പാ? ചേടാ ഈ കിളി ഉണ്ടല്ലേ, എന്നെ ചീത്ത പറയുന്ന കേട്ടോ, എപ്പോഴും കിടന്ന് കിടക്കുക. നീ അവനെ ഒന്ന് വിളിക്കാം. ഓ എടി, നീ ഇന്ന് അപ്പന് മരുന്ന് കൊടുത്തില്ലായിരുന്നോ? 2 ദിവസമായിട്ട് കൊടുക്കുന്നുള്ളൊന്ന് കഴിക്കണ്ടേ? നീ കാപ്പിക്കത്തങ്ങ് കലക്കി കൊടുത്താൽ പോരായിരുന്നോ? എന്നതാടാ അവിടെ ഒരു കുശുകുശുപ്പ്? ഒന്നുമില്ലപ്പാ, അപ്പനൊരു കാപ്പി തരാൻ വേണ്ടി പറയായിരുന്നു. ഓ കാപ്പി? എനിക്ക് നിന്റെ കാപ്പിയും വേണ്ട, ഒരു കോപ്പും വേണ്ട. നീ അയാളെ വിളിക്കുക. ഇതിനെ വെടിവെച്ച് കൊന്നേ പറ്റൂ. കണ്ടോ കണ്ടോ കണ്ടോ? ആ പാപ്പിച്ച. എടാ ജോമോനെ, നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം. ഇന്ന് വൈകുന്നേരം അപ്പുവിനെ കോളേജിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വരണം. അപ്പൻ ഇന്ന് ഭയങ്കര കലിപ്പില്ല, അതുകൊണ്ട് എനിക്ക് പുറത്തിറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഓ ഇപ്പൊ എന്നാ പ്രശ്നം? എടാ ഇപ്പോൾ ഒരു കിളിയാണ് പ്രശ്നം, അതിനെ വെടിവെച്ച് കൊല്ലണം എന്നാണ് പറയുന്നത്. ആഹാ, വെറൈറ്റി ആയിട്ടുണ്ടല്ലോ. എടാ ഞാനിപ്പോൾ പോയാലേ അപ്പനെ ഷീബയിട്ട് ചാടിക്കും, അതുകൊണ്ട് നീ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ഓക്കെ പാപ്പിച്ച, ഞാൻ വരാം. ഓക്കെ ഓക്കെ. ഇങ്ങനെ അമ്മ മോട്ടർ ഓഫ്. അമ്മ മോട്ടർ ഓഫ്. ആ ഇടി ആരുടെ ജോയിച്ചാച്ചൻ അവിടെ നിൽക്കുന്നു, നോക്ക്. എടാ അവിടെ അവിടെ നോക്ക്. എപ്പാ പുറപ്പെട്ടു? വിളിച്ചിട്ട് വരാൻ പറ്റുമായിരുന്നു മോളെ. ആ വിളിച്ചിട്ട് വേണം, എപ്പോഴും എവിടെ എത്തി എന്നൊന്ന് വിളിച്ചുകൊണ്ടിരിക്കാൻ. നമുക്ക് സ്റ്റാർ നോക്കണ്ടേ? ഇപ്രാവശ്യം നമുക്ക് സ്റ്റാർ ഉണ്ടാക്കാം. ജോയിച്ചാച്ചൻ ഉണ്ടാക്കാറിയോ? പിന്നെ ജോയി ചോച്ചൻ എത്ര സ്റ്റാർ ഉണ്ടാക്കിട്ടോ അല്ലേ? വീട്ടിലിരിക്കാൻ നേരം ഉണ്ടായിട്ട് മോനെ സ്റ്റാർ ഉണ്ടാക്കാനേ പല കാര്യം നോക്കി നടക്കുമല്ലേ. കുഞ്ഞു ക്ഷീണം കഴിക്കാൻ തരാം. മക്കളെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ കണ്ടായിരുന്നു ബാക്ക് ടു ഹോം സ്റ്റാറ്റസ് ഇടാൻ കണ്ട പ്രായം. എനിക്ക് സ്റ്റാറ്റസ് നിന്നോട് ചോദിക്കണം. അല്ല, ഒരു അമ്മായി വൈബായല്ലോ. എത്ര ദിവസത്തെ പരിപാടി? പല മനസ്സിലെടുക്കാം. അല്ല, നിനക്ക് എത്ര ദിവസം ലീവ് ഉണ്ട്? ഞാൻ ലീവ് വെച്ചു, പക്ഷെ തന്നില്ല. എന്നിട്ടെന്താ, ഞാൻ നിർത്തി പോന്നു. അതല്ലേ അതിൻ്റെ ഒരു ത്രില്ലേ. ആകെ ഒരു ഓണത്തിനും ക്രിസ്മസിനൊക്കെ നമുക്ക് ലീവ് ഉള്ളൂ. അപ്പോൾ ആളുകളെ കാണാതെ ആഘോഷിക്കാൻ പറ്റാതെ ഇരുന്നിട്ട് എന്ത് കാര്യം? പിന്നെ ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്, അത് വഴിയാ പറയാം. നല്ല തീരുമാനം എടുത്താ നിനക്കൊള്ളാം മോനെ. മക്കളെ കാപ്പി കുടിച്ചിട്ട് പോ. അല്ല അമ്മേ, ഈ ജോമൻ അതിന്റെ കേടാ ആ ഉണ്ടായത് പണിയും കളഞ്ഞോ? എന്റെ മക്കളെ, ഞാൻ പറഞ്ഞാലൊന്നും അവൻ കേൾക്കുകയില്ല. നാട്ടുകാരെയും കൂട്ടുകാരെയും സഹായിച്ച് നടക്കുക. പോട്ടെ. ആ സാമൂഹ്യസേവനാവൻ തന്നെയാ എൻ്റെ പദ്ധതി. അല്ലെങ്കിലും കർത്താവ് ലോകത്തേക്ക് വന്നത് മറ്റുള്ളവരെ സഹായിക്കണല്ലോ. എല്ലാവരും പ്രശ്നം തലവെച്ച് കിടക്കണം. അങ്ങനെയൊന്നും പറയണ്ട, എന്നെ കൊണ്ട് പറ്റുന്ന പ്രശ്നങ്ങളൊക്കെ ഞാൻ പരിഹരിക്കും. പിന്നെ ഞാനിവിടെ കൂടാനാ പ്ലാൻ. ഭക്ഷണം വസ്ത്രമല്ലേ, അത് ഞാനിവിടെ കൃഷി ചെയ്തുണ്ടായിക്കോളാം. പിന്നെ അമ്മേനെയും ഞാൻ നോക്കിക്കോളാം. എന്റെ മോനെ ആയ കാലത്ത് ഗൾഫിലും കാണാൻ പോയി 4 കാശ് ഉണ്ടാക്കാൻ നോക്ക്. നോ, നെവർ. നമ്മുടെ നാടെന്താ മോശമാണോ? ഞാൻ ഇവിടെ തന്നെ കൂടാനാ പ്ലാൻ. എൻ്റെ കേരളം എത്ര സുന്ദരം. അയ്യോ മക്കളെ വാ, മുളകട്ടാ. മക്കളെ എല്ലാം കഴിച്ചിട്ട് പോ. ആ വരാമേ.
വാ ഇറങ്ങ്. അയ്യോ നോക്കിയിറങ്ങ. ചിന്നുകുട്ടി ചോദിച്ചാച്ചോ ഈ പുഴന്റെ ഇവിടുന്ന് അക്കരെ വരെ ചോദിച്ചാച്ച ആടി അല്ലേ ചോദിച്ചാച്ചാ? പിന്നെ എത്ര പ്രാവശ്യം നീന്തി കിടന്നിട്ടുണ്ട്. മാറിക്കേ മാറിക്കേ. നോക്കി വെള്ളം വരുന്നു. ഇത് കുടിക്കാൻ പറ്റുമോ? കുടിച്ചോ. വേണ്ട. എടി മോളെ, അവൻ പറയുന്നു നീ കാര്യമാക്കണ്ടേ. ജോസിയോട് പറഞ്ഞു നീ അവനെയും കൂടെ അന്ന് ഗൾഫിലോട്ട് കൊണ്ടുപോകാൻ പറ. എൻ്റെ അമ്മയെ ഗൾഫിൽ പഴയതുപോലെ ഒന്നുമല്ല. അവിടെ ഉള്ളവർക്ക് തന്നെ ഇപ്പം ജോലിയില്ല. അവരൊക്കെ ഇപ്പം ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക. അതല്ലടി മോളെ, അവൻ ഇതിലെ നടന്ന അവൻ പലകാര്യം അന്വേഷിച്ച് നടക്കത്തേ ഉള്ളൂ. അവിടെ പോയി അവനെ നിൽക്കുകയാണെങ്കിൽ അവനൊരു പക്വതയൊക്കെ ഉണ്ട്. പിന്നെ പക്വത വരാൻ ഗൾഫിലോട്ട് വിടുക. ഇവിടെ എന്നാലും പക്വതയൊക്കെ വരും. അതല്ലടി മോളെ, അവൻ അവിടെ ചെന്നാലേ 4 കാശുണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അവൻ കൃഷി ചെയ്യാൻ പോകുന്നല്ലേ പറഞ്ഞേ? കൃഷി ചെയ്യട്ടെ. കൃഷിക്ക് ഇപ്പോൾ നല്ല ആദായമാണ്. ഞങ്ങൾ അച്ചാച്ചി ഞങ്ങൾ നോക്കി വളർത്തി നോക്കിയാൽ കൃഷി ചെയ്തിട്ടുണ്ടാക്കിയിട്ടല്ലേ. പിന്നെ അമ്മേ, അവനോട് നിൽക്കുന്ന അമ്മയ്ക്കൊരു കൂട്ടുമല്ലേ. അങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കണ്ടല്ലോ. ആ അതും ശരിയാ. ഇപ്രാവശ്യം എക്കോ ഫ്രണ്ട്ലിയാ ക്രിസ്മസ്. മുള വെച്ച് സ്റ്റാർ ഉണ്ടാക്കിയാലോ എന്ന് ആലോചിക്കാം. ഞാൻ സഹായിക്കണം. കയറെടുത്ത് ജോമനെ, ഈ മുള ഞാൻ എടുത്തോട്ടെ. എനിക്ക് സ്റ്റാർ ഉണ്ടാക്കായിരുന്നു. ആണ്. ഇത് വേണോ? ഇല്ലെന്താ ശരി ജോമനെ. കണ്ടോടി, പിള്ളേരുടെ ജീവൻ ഈ സ്റ്റാറിലാവും തോന്നുന്നു. ഇന്ന് രാത്രി ആയാലും ഇതിൽ ഇത് പിടിവിടും തോന്നുന്നില്ല. കണ്ണും കണ്ണും കാത്തിരുന്നു മണ്ണിലൊരു പൈതലിനായി, കാതോട് കാതോട് കേട്ടിരുന്നു ദൈവപുത്രൻ പിറക്കും. ഹലോ മാമിച്ചാ. ആ കണ്ണും കണ്ണും നമ്മുടെ അപ്പുവോ ആണോ? ഞാൻ പോരാ. എന്നാ പറ്റിയമ്മേ? എനിക്ക് മനസ്സിലായില്ല മോളെ. ഡാർക്ക് സീൻ എന്ന് പറഞ്ഞു ആരെങ്കിലും വിളിച്ചാൽ അതിന്റെ പുറകെ അങ്ങ് പൊക്കോളൂ. വല്ല സാമൂഹ്യ സേവനത്തിന് പോയതായിരിക്കും. എല്ലാത്തിനും അമ്മ തന്നെയല്ലേ വളം വെച്ചു. പൂരാപ്പന ചെറുക്കന്റെ ഒരു സാമൂഹ്യ സേവനം. നീ ഏതടി കൊച്ചെ? നിന്റെ വീട്ടിൽ ചോദിക്കാനും പറയാനൊന്നും ആരുമില്ലേ? ഏതെങ്കിലും ഒരുത്തും വന്ന് വിളിച്ചാൽ തോളേക്ക് ഇറങ്ങി പോന്നോളൂ. എന്താണ് ഇത് വായി നാക്കുന്നില്ലേ? എനിക്കവളെ ഇഷ്ടമാണ്, ഞാൻ നോക്കിക്കോളാം. നീ എന്ത് നോക്കുന്ന കാര്യമാണോ പറയുന്നത്? നിന്നെ ഞാനാണല്ലോ നോക്കുന്നത്. പിന്നെ നീ അവളെ കണ്ണുകൊണ്ട് നോക്കുന്ന കാര്യമാണോ പറയുന്നത്? ഒരു കൊച്ചെ, നിന്റെ അപ്പന്റെ ഫോൺ നമ്പർ തന്നെ. എടാ അവളുടെ ഫോൺ, അപ്പന്റെ ഫോൺ നമ്പർ വാങ്ങിക്കടാ.
ഏതാണോ കൊച്ചി? അത് ലിനു സെന്റ് ജോൺസിൽ +2 പഠിക്കുന്ന ലൈനാണോ? ചെറുതായിട്ട്. ചെറുതായിട്ടോ? എന്നിട്ടാണ് നീ വിളിച്ചിട്ട് അവൾ ഇറങ്ങി പോകുന്നത്? കൂടെ പോന്ന് ഞാൻ എന്ത് ചെയ്യാനാ? എടാ, പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയാണത്. അവൾ വിളിച്ചോണ്ട് വന്ന പോക്സോ കേസിന് നീ ആത്താ. ജോമോനെ, പരിചയമില്ലാത്ത നമ്പറാണ്. സ്റ്റേഷനിൽ മറ്റോ ആണോ? നീ എടുത്ത് വന്നേ. ജോമോനെ, നീ സംസാരിക്കും. ആ, സംസാരിച്ചു. അല്ല വേണ്ട, പാപ്പിച്ചാൻ സംസാരിക്കും. ജോമോൻ സംസാരിക്കാം. ഹലോ ഹലോ, പാപ്പിയാണോടാ? ഇതാരാ? ആരാന്ന് അറിഞ്ഞെങ്കിലേ ഫോൺ കൊടുക്കുവോ? പാപ്പിക്ക് കൊടുക്കടാ. അല്ല, ആരാന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ. പാപ്പിക്ക് ഫോൺ കൊടുക്കടാ, അല്ലെങ്കിൽ എനിക്ക് നടപടി എടുക്കേണ്ടി വരും. അയ്യോ സാറേ, നടപടിയൊന്നും എടുക്കണ്ട. ഒരു അബദ്ധം പറ്റിയതാ. പോലീസ് സ്റ്റേഷനാണെന്ന് തോന്നുന്നു. നടപടി എടുക്കുന്നൊക്കെ പറയുന്നുണ്ട്. പൈസ കൊടുത്ത് ഒതുക്കേണ്ടി വരും. സംസാരിക്കും. സാറേ, ഞാൻ അങ്ങോട്ട് വരാം. എൻ്റെ കൊച്ചിനൊരു അബദ്ധം പറ്റിയതാ. ഇതാണോടാ അബദ്ധം? വേഗം വന്നില്ലെങ്കിൽ ഞാൻ നടപടി എടുക്കും. സാറേ, ഞാൻ സ്റ്റേഷനിലേക്ക് വന്ന് സാറിനെ കണ്ടോളാം. സ്റ്റേഷനിലേക്ക് പോ? ചേട്ടാ, നിനക്ക് വട്ടായോടാ? ഇത് ഞാനാടാ, ജോലിക്കുട്ടിയാ. ഒരു ചെറുതൊളിച്ച് വെച്ചിട്ട് നിന്നെ നോക്കിയിരിക്കാൻ തുടങ്ങിയിട്ട് നേരം എത്ര ആയെന്നറിയാമോ? എടാ ജോണിക്കുട്ടി, നീയായിരുന്നോ? നീ അങ്ങ് പേടിപ്പിച്ച് കളഞ്ഞല്ലോടാ. നീ വന്നില്ലെങ്കിൽ ഞാൻ നടപടിയെടുക്കും. ഇത് ഞാനങ്ങ് ഫിനിഷ് ചെയ്യും. എടാ, പിന്നെ ഇന്ന് വരവ് നടക്കത്തില്ല. ഇന്ന് ഇവിടെ വീട്ടിൽ ചില വിരുന്നുകാർ വന്നിട്ടുണ്ട്. ഓക്കേടാ, ശരി. പോക്സോ എന്ന് പറഞ്ഞാൽ എന്താ നിനക്കറിയോ? അകത്തോ നീ പറ, നീ അവളെ എന്തെങ്കിലും ചെയ്തോ? എന്റെ പൊന്നു ചേട്ടായി, ഞാൻ അവളെ ഇൻസ്റ്റ വഴി വളയ്ക്കാൻ ശ്രമിച്ചെന്നുള്ള ശരിയാ, അല്ലാതെ ഞാൻ അവളെ ഒന്നും ചെയ്തിട്ടില്ല. എന്തെങ്കിലും ചെയ്തോടി? ഞാനൊരു തമാശ പറഞ്ഞപ്പോഴത്തേക്കും അവൾ ഇറങ്ങിയിരുന്നു വിളിച്ചോ? എന്ത് പരിപാടി നീ കാണിച്ചേ? പട്ടി, നീ വിളിച്ചിട്ടല്ലേ ഞാൻ ഇറങ്ങി വന്നേ. അപ്പ അമ്മ ഇന്ന് രാത്രി വിടില്ല, നമുക്ക് ഒരുമിച്ച് വിടാം. നീ എല്ലായിടത്ത് എന്റെ എന്നോട് പറഞ്ഞേ. പാപ്പിയേ, എന്റെ നക്ഷത്രം എന്തേടാ? എന്ത് പോക്കൃത്തരമാണ് നീ അത് കാണിക്കുന്നത്? നിനക്ക് ഞാൻ ഇതിനാണ് മൊബൈൽ വാങ്ങി തന്നെ, ഇതിനാണ് മൊബൈലൊക്കെ വാങ്ങി തന്നെ. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടോ? നീ എന്റെ വഴിക്കൂടെ വന്നില്ല. ആ വഴിക്കാണ് നിന്നെ കണ്ടാ ഞാൻ ശരിയാക്കി കളയാണ്. ഇങ്ങോട്ട് വാടി, ഇങ്ങോട്ട് വാ. നിന്നെ ഞാൻ വെച്ചിട്ടുണ്ട്. ഇതിനാണ് നിന്നെ വളർത്തി. ഇങ്ങോട്ട് വാടി. എടാ പാപ്പിയേ, എടാ എന്റെ നക്ഷത്രം കൊണ്ടുപോടാ. എൻ്റെ അപ്പ, ഞാനിവിടെ കിടന്ന് നക്ഷത്രം ഉണ്ടെന്നൊന്നും അപ്പം കാണുന്നില്ലേ? ഞാനിത് 3ാമത്തെ പ്രാവശ്യമാണ് നിന്നോട് പറയുന്നത് നക്ഷത്രം കൊണ്ടുവരാൻ. ക്രിസ്മസാ വരാൻ പോന്നെ. അപ്പൊ ഇത് കാണുന്ന നക്ഷത്രമല്ലേ അപ്പ? ഇതെന്തോ നക്ഷത്രമാടാ? ഇത് കുറെ കടലാസം കൊണ്ട് ഏതാണ് കാട്ടിക്കൂട്ടി കൊണ്ട് വെച്ചേക്കുന്നതല്ലേ? ഇതാണോ നക്ഷത്രം? എനിക്ക് മുളക് കൊണ്ടുള്ള എൻ്റെ നക്ഷത്രം തന്നെ വേണം. അതും 5 കാലുള്ള നക്ഷത്രം. എൻ്റെ ദൈവമേ, ഈ രാത്രിക്ക് ഇനി 5 കാലുള്ള നക്ഷത്രം ഞാൻ എവിടെ പോയി തപ്പിയെടുക്കും? ശരി ജോമനെ, വളരെ ഉപകാരം. പാപ്പിയേ, എടാ എൻ്റെ നക്ഷത്രം കൊണ്ടുപോടാ. ക്രിസ്മസാ വരാൻ പോന്നേ. ഒരു നക്ഷത്രം തൂക്കണം എന്ന് പറഞ്ഞിട്ട് കാലം എത്രയായി? എൻ്റെ മുളയുടെ നക്ഷത്രം തന്നെ വേണം എനിക്ക്. 5 കാലുള്ള നക്ഷത്രം. നീ കേൾക്കുന്നുണ്ടോ? ആ ചിന്നു ആ സ്റ്റാറിന്റെ കീഴെ കിടന്ന് ഉറങ്ങുക. നീ അതിനെ ഇങ്ങോട്ട് എടുത്തോണ്ട് വന്ന് കിടത്തിക്ക്. ഒരു 5 മിനിറ്റ് അമ്മ, വണ്ടി ഓടിച്ച് നടുപിടിഞ്ഞ്. അതെങ്ങനാടാ? നീ വല്ലവന്റെ കാര്യത്തിന് അങ്ങനെ ഓടി നടക്കും. അവനോട് കാര്യം പറയുമ്പോഴേ നിനക്ക് ബുദ്ധിമുട്ടുള്ളൂ. നിനക്ക് പറ്റുമെങ്കിൽ കൊച്ചുങ്ങൾ കൊതുകടി അടിച്ച് കിടക്കുക. വേണമെങ്കിൽ ഇവിടുത്തെ എടുത്തോണ്ട് വന്ന് കിടക്കും. എഴുന്നേറ്റ് മാറി കിടക്കാം. വാ, അവിടെ പോയി കിടക്കൂ. ഹലോ അപ്പാ. ഹലോ. കാണാമോ? ഞങ്ങളിവിടെ സ്റ്റാറൊക്കെ നോക്കി. കാണാമോ? ആ, കാണാം മോളെ, അടിപൊളിയായിട്ടുണ്ടല്ലോ. ഇതാരാ മോളെ ഉണ്ടാക്കിയേ? ജോ ചാച്ചനും ഞാനും ചിന്നമ്മയും കൂടെ ഉണ്ടാക്കിയ.
ഞാനും ചിന്നമ്മ അവിടെ മറ്റേ മുളയൊക്കെ എടുത്തു കൊടുക്കാൻ സഹായിച്ചു. ബാക്കി ഉണ്ടാക്കി പുള്ളി ചോദിച്ചാ. ഞാൻ കാര്യം ചെയ്യാം, ഞാൻ വൈകിട്ട് വിളിക്കാം. അപ്പോൾ എന്നെ ഒന്ന് കാണിക്കണം കേട്ടോ. ആ വൈകിട്ട് ഒക്കെ നല്ല രസപ്പോ, ലൈറ്റ് ഒക്കെ വെക്കുമ്പോ അടിപൊളിയാ. ശരി ശരി, ഞാൻ വൈകിട്ട് വിളിക്കാം. അമ്മ എന്തിയേ? ഇവിടെ ഉണ്ട്. ഹലോ. ഹായ്. ആ എന്തൊക്കെയാ, അടിച്ചു പൊളിക്കുകയാണല്ലേ? ആ ഒന്നും പറയണ്ട, പിള്ളേർ രണ്ടും എപ്പോഴും സാറിന്റെ മുറയിൽ തന്നെയാ. ശരി ശരി, ഞാൻ വൈകിട്ട് വിളിക്കാം കേട്ടോ. ബൈ ബൈ. ഇതേ സെൽഫി എടുക്കാനുള്ളവരൊക്കെ വന്നോട്ടോ. ഞാൻ എപ്പോഴാ വിളിക്കും. നിങ്ങളൊന്ന് മറിക്കടി. ആ ഹലോ ബാബിച്ച, പിന്നെ എന്നാ പ്രശ്നം? എന്നാ പ്രശ്നം പറ. ആ ചോറ് വിളമ്പി വെക്കാം, സാമൂഹ്യ സേവനം കഴിഞ്ഞ് വന്ന് തിന്നട്ടെ. അവന്റെ രാത്രിയിലൊരു സാമൂഹ്യ സേവനം. എനിക്ക് എൻ്റെ നക്ഷത്രം കിട്ടിയേ പറ്റും. ഞാൻ ചങ്ങനാശ്ശേരി ചെൻ്റെ വാങ്ങിച്ചോണ്ടെന്ന നക്ഷത്രമാണ്. മുളക് കൊണ്ടെന്നല്ല, ഒന്നാം തരം മുളക് കൊണ്ടുണ്ടോ. അങ്ങനെ പെണ്ണമ്മയുടെ ഓർമ്മയ്ക്ക് വേണ്ടി അവിടെ കൈ കൊണ്ട് കൊടുത്തതാണ്. അവളെവിടെ കൊണ്ട് കളഞ്ഞു ആൾക്കറിയാം. അപ്പച്ചോ എന്താ പ്രശ്നം? ഇപ്പൊ ഇതാ പ്രശ്നം. എടാ എൻ്റെ നക്ഷത്രം എവിടെ കൊണ്ട് കളഞ്ഞപ്പോ പറയടാ ബാബി. ഇതായിരുന്നു ഇതിപ്പോ ശരിയായിട്ട്. അപ്പച്ച നക്ഷത്രം കൊള്ളാലോ, അടിപൊളിയാണല്ലോ. നീടാ? ഞാനും മറ്റേ മണ്ണിലെ ബേബിയുടെ മോൻ. ആഹാ, നീ മണ്ണിലെ ബേബിയുടെ മോനാണോ? നിന്റെ പേരെന്ത്? ജോമൻ. ആ, നിനക്ക് ഈ നക്ഷത്രം ഇഷ്ടപ്പെട്ടോ? ആ കൊള്ളാലോ, അടിപൊളിയാണല്ലോ. നിനക്ക് ഇഷ്ടമായോ? ആ. എന്നാ എൻ്റെ മോൻ അത് കഴുത്തെ കെട്ടി തൂക്കിയിട്ടുണ്ട് വണ്ടി വിട്ടോ. ഇതിന് എത്ര കാലുണ്ട് അപ്പച്ച? ഇതൊന്ന് എണ്ണ വയ്ക്കേ. 9 ഉണ്ടല്ലോ. ആ, 9 കാലുണ്ടേ. എന്നാൽ എനിക്ക് 5 കാലുള്ള മതി. അത് മുള കൊണ്ടുള്ള നക്ഷത്രം. ഞാനേ അതെൻ്റെ പെണ്ണമ്മയ്ക്ക് വേണ്ടി വാങ്ങിക്കൊണ്ടുവന്നതാണ്. ഇവന്മാരെല്ലാം കൂടെ കൂടി അത് എങ്ങാണ്ടൊക്കെ കൊണ്ട് കളഞ്ഞു. എന്നിട്ടിപ്പോൾ എന്നെ കളിപ്പിക്കാൻ വേണ്ടി ഒരു നക്ഷത്രം കൊണ്ട് തൂക്കിയേക്കൊരു. അല്ല അപ്പച്ച, ഇന്ന് രാത്രി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും, നാളെ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ഇതിനെല്ലാം കാരണം ഇവന് ഒറ്റ ഒരുത്തനാണ്. കഴിഞ്ഞ വർഷം ഞാൻ ചങ്ങനാശ്ശേരി ചന്തയ്ക്ക് പോയപ്പോൾ അവിടുന്ന് വാങ്ങിച്ചതാ എൻ്റെ നക്ഷത്രം. നല്ല അമ്പോറ്റ് നക്ഷത്രം. അന്ന് ഇവന് 12 വയസ്സ് പ്രായം. പ്രശ്നമാണ്. ഇക്കാര്യം പറഞ്ഞ് ഇന്നും മരുന്ന് കഴിച്ചിട്ടില്ല. എന്താണ് അതെന്ന് കുശൂഷിക്കുന്നത്? അല്ല അപ്പച്ച, മരുന്ന് കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. മരുന്നോ? ആ, മരുന്നെല്ലാം കൂടെ പിടിച്ച് പൊടിച്ച് കുഴച്ച് അവൻ്റെ അണ്ണാക്കിലോട്ട് തള്ളിക്കൊടുക്കാൻ. എനിക്കിപ്പോൾ കഞ്ഞി വേണ്ട. എനിക്ക് കഞ്ഞി വേണ്ട. എനിക്കെന്നെ നക്ഷത്രം കിട്ടിയേ പറ്റൂ. എടാ ജോമോനെ, ആ നിനക്ക് ഷാജാനെ അറിയാവോ? ആ അറിയാലോ അപ്പച്ച. ആരാ? നമ്മുടെ മീൻ വിൽക്കുന്ന മീനിക്കുന്ന ഷാജാൻ. എടാ നിന്നോടാ പറഞ്ഞേ, കേക്ക്. ഷാജാനിൻ്റെ മുംതാസിന് വേണ്ടി പണി കഴിപ്പിച്ചതാ താജ്മഹൽ. അതുപോലെ തന്നെ ഞാൻ എൻ്റെ പെണ്ണമ്മയ്ക്ക് വേണ്ടി വാങ്ങിച്ചുകൊണ്ട് വന്നതാ എൻ്റെ 5 കാലുള്ള മുള കൊണ്ടുള്ള നക്ഷത്രം. അത് കിട്ടിയേ പറ്റൂ. എന്നിട്ട് മതി എനിക്ക് കഞ്ഞിയും കറിയും ഒക്കെ. എടാ ജോമോനെ, ഈ രാത്രി ഇനി നമ്മൾ എന്നാ ചെയ്യടാ? ഒരു പരിഹാരമുണ്ട്. എനിക്ക് കഞ്ഞിയും കറിയും ഒന്നും വേണ്ട. അമ്മ, ഞാൻ സ്റ്റാറിൻ്റെ ചോറുണ്ടോട്ടെ. എവിടെ പോയി ചോറുന്നില്ല, മര്യാദയ്ക്ക് ഇവിടെ ചോറുന്നു. മര്യാദയ്ക്ക് ഇവിടെ ചോറ്
ഞാനവിടെ ഇപ്പോൾ വലിച്ചു നിർത്തി കൂടെ കളയും കേട്ടോ. എടാ ജോമോനെ, നീ തന്നെ കൊടുക്കടാ. ഇതല്ലേ അപ്പച്ച മുംതാസിന് വേണ്ടി പണി കഴിപ്പിച്ച അപ്പച്ചൻ്റെ താജ്മഹൽ? ഇത് തന്നെയാ മോനെ, ഇത് തന്നെയായിരുന്നു നക്ഷത്രം. ഇപ്പോഴാണ് എനിക്ക് സന്തോഷമായത്. മക്കളെ വന്ന് വല്ലതും കഴിച്ചേ? വേണ്ട ഉമ്മച്ചി, അസുഖം വരും മക്കളെ. പൊന്നു മക്കളല്ലേ, വന്ന് വല്ലതും കഴിക്കുക. ഒരു നേരം കഴിച്ചില്ല ഒന്നും വരത്തില്ല. അവർ കിടക്കട്ടെ, അല്ലെങ്കിൽ അവനല്ലെല്ലാം ഉണ്ടാക്കി വെച്ചേ. അവൻ വന്ന് കഴിപ്പിക്കട്ടെ പിള്ളേരെ. അവൻ വന്നും തോന്നുന്നു. അവൻ ഇനി വരട്ടെ, അവൻ ഞാൻ വെച്ചിട്ടുണ്ട്. മോളിക്കുട്ടി എണ്ണം വല്ലതും ഉണ്ടോ? പാതിരാക്ക് കയറി വന്നിരിക്കുക ഞണ്ണാന്. ആ കുഞ്ഞുങ്ങളുടെ നക്ഷത്രം എന്തിയടാ? ആ കുഞ്ഞുങ്ങൾ അത് വിഷമിച്ച് കിടക്കുന്നു. അവരെ പോയി ആശ്വസിച്ചുകൊണ്ട് അവർക്ക് വല്ല കഴിക്കാൻ കൊടുക്കണം, അല്ലെങ്കിൽ ഇവർക്ക് ഇത് പച്ചവെള്ളം കിട്ടത്തില്ല. ഇപ്പൊ ശരി കിട്ടില്ല. ഹലോ, വാട്ട് ഹാപ്പൻ ചക്കരകളെ? എന്തിനാ സ്റ്റാർ എടുത്തോണ്ട് പോയത്? ഓ, അത്രേ ഉള്ളൂ. ജോയി ചേച്ചൻ ആർക്കാ സ്റ്റാർ കൊടുത്തതെന്നറിയോ? ഇല്ല. നമ്മുടെ പാപ്പിച്ചായനില്ലേ, പാപ്പിച്ചായൻ്റെ അപ്പച്ചൻ പ്രായമുള്ള ഓർമ്മയൊന്നും ഇല്ലാത്തൊരു അപ്പച്ചനാണ്. അപ്പച്ചൻ സ്റ്റാർ വേണമെന്ന് പറഞ്ഞ് ഭയങ്കര വഴക്ക്. അപ്പോൾ നമ്മുടെ സ്റ്റാർ അപ്പച്ചന് കൊടുത്തപ്പോൾ ഭയങ്കര സന്തോഷമായി. നമ്മുടെ സ്റ്റാർ ഒരാൾക്ക് കൊടുക്കുമ്പോൾ അയാൾ സന്തോഷിക്കുമ്പോൾ നമ്മളും സന്തോഷിക്കണ്ടേ? പലരും നോക്കി നടക്കുന്നത്. എടി ഭീകരി, നമ്മളെന്തിനാ സ്റ്റാർ ഇടുന്നേ? അത് ജീസസിന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ. ജീസസ് എന്തിനാ ഇങ്ങോട്ട് വന്നേ? അറിയില്ല. ദൈവത്തോട് തെറ്റ് ചെയ്യുന്നവർക്ക് വേണ്ടി മരിക്കാൻ. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി മരിക്കാൻ. നീ വിഷമിക്കണ്ട, നമുക്ക് നാളെ 2 സ്റ്റാർ ഉണ്ടാക്കാം. നോക്കി വിളിച്ചായിരുന്നു. 2 പേർക്ക് ഓരോന്നുണ്ട്. സന്തോഷമായോ? പിന്നെ എല്ലാം സന്തോഷമായിരുന്നു. കണ്ടാൽ മനോഹരമേ, ഇത് കണ്ടാൽ മനോഹരമേ, ഉണ്ടാമീ ഭാവന ഗിരിനിര കണ്ടാൽ മനോഹരമേ. ഉണ്ണിയേശു പിറന്ന നാളിൽ വാനിലുദിച്ചൊരു താരകം. ഉണ്ണിയേശു പിറന്ന നാളിൽ വാനിലുദിച്ചൊരു പണ്ടാരകം. രാജാതിരാജന്റെ താരകം, എൻ്റെ രാജാതിരാജന്റെ താരകം. കണ്ടാൽ മനോഹരമേ, ഇത് കണ്ടാൽ മനോഹരമേ. മാലോകർക്കെല്ലാം ആമോദം നൽകാൻ മണ്ണിലിറങ്ങി താരകം. മാലോകർക്കെല്ലാം ആമോദം നൽകാൻ പുൽക്കൂട്ടിൽ ജനിച്ചീ പൊണ്ടാരകം. എൻ്റെ രക്ഷകൻ്റെ പൊണ്ടാരകം, എൻ്റെ രക്ഷകൻ്റെ പൊണ്ടാരകം.